കേവലം ഒരു ചാർലി കിർക്കിന്റെ മരണത്തിനപ്പുറത്തേക്ക് അമേരിക്ക നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അമേരിക്കയിലെ ആകെയുള്ള ഏതാണ്ട് 35 കോടി ജനങ്ങളിൽ പകുതിയോളം പേരുടെയും കയ്യിൽ തോക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 20 കോടി തോക്കുകൾ അമേരിക്കയിൽ വിവിധ ആളുകളുടെ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ട് എന്ന് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സ്ഥാപിക്കുന്നു. ഒന്നിലധികം തോക്കുകൾ ഒരാൾക്കുള്ളതുകൊണ്ടാണ് ഇത്രയധികം തോക്കുകൾ അമേരിക്കയിൽ ആളുകൾ ലൈസൻസോടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കൂടി എടുത്താൽ അമേരിക്കയിൽ ഒട്ടുമിക്കവരുടെയും കൈകളിൽ തോക്കുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്ക വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു. ആർക്കും ആരെയും വെടിവെച്ച് കൊല്ലാവുന്ന അവസ്ഥ. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് 2 തവണ വെടിവയ്പ്പിനെ അതിജീവിച്ച് നോക്കണം. അമേരിക്കയുടെ ഭാവി പ്രസിഡന്റ് ആകും എന്നുറപ്പായ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ചാർലി കിർക്ക് ഒരു പൊതുയോഗത്തിൽ വെച്ച് വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റുമാർ പോലും വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് നോക്കണം. ഓരോ വർഷവും അമേരിക്കയിൽ വെടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് 50,000 ലോകത്തെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതുമായ രാജ്യം ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. എല്ലാ ക്രിമിനലുകളുടെയും കൈകളിൽ തോക്കുണ്ടായിരിക്കുന്നു. കാലം ഒരുപാട് മാറിയതുകൊണ്ട് സകല മൂല്യങ്ങളും നഷ്ടപ്പെടുമ്പോൾ ആശയത്തിൽ ഏറ്റുമുട്ടി തോൽക്കുന്നവരെ വെടിവെക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ പോയാൽ അമേരിക്കയുടെ ഭാവി എന്താകും എന്ന് ചോദിക്കുന്നവരുണ്ട്. ആർക്കും ആരെയും വെടിവെച്ചു കൊല്ലാവുന്ന ഈ കാലഘട്ടത്തിൽ ഏതു നിമിഷവും കലാപം പൊട്ടിപ്പുറപ്പെടാം.